ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാ. ഗസ്റ്റ് ഡെസ്കിൽ ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. നന്ദി, ശുക്രാൻ. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങേക്ക് മുമ്പിലേക്ക് വെക്കുന്നു. ഈ പുതിയ നൂറ്റാണ്ടിൽ സമുദായത്തിൽ ദിശാബോധം നൽകി മുസ്ലിം ഇന്ത്യയുടെ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിച്ചാലും. കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ, ഒന്ന് ഈ ഭൗതിക ലോകത്തിന് മൊത്തം സമാധാനം നൽകാൻ പര്യാപ്തമായ രീതിയിൽ വരും തലമുറയെ സജ്ജമാക്കുക എന്നതാണ്. നമ്പർ 2, വിശ്വാസികളായ ആളുകൾക്ക് പരലോക വിജയം സുനിശ്ചിതമാക്കാനുള്ള രീതിയിൽ അവരെ വളർത്തിയെടുക്കുക എന്നതുമാണ്. ഈ രണ്ട് വലിയ ലക്ഷ്യങ്ങളാണ് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന പണ്ഡിത നേതൃത്വവും മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ലോകത്തിന് മുന്നോട്ട് വെച്ചതിലൂടെ വിഭാവന ചെയ്തത്. ഒരൊറ്റ കാര്യം വളരെ ഹ്രസ്വമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണക്റ്റിക്കട്ടിലെ ന്യൂ ടൗണിലെ സാൻഡി ഹുക്ക് സ്കൂളിൽ വെടിവെപ്പ് നടക്കുകയും 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 20 വയസ്സ് മാത്രമുള്ള ഒരു മുൻ വിദ്യാർത്ഥിയാണ് 5ഉം 6ഉം വയസ്സ് പ്രായമുള്ള ഈ കുട്ടികളെയും അധ്യാപകരെയും സ്കൂളിലെ സ്റ്റാഫിനെയും കൊന്നത്. ഇതിനെ പരാമർശിച്ചുകൊണ്ട് ലോകജനതയെ അഭിസംബോധന ചെയ്ത ഒബാമ ലോകത്തോട് ചോദിച്ചു, എങ്ങനെ നമുക്ക് ഇത്തരം ഒരു പ്രവണത ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ കുറെ പേർ കൂടി ബലാത്സംഗം ചെയ്തത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ അഭിസംബോധന ചെയ്ത ഷീലാ ദീക്ഷിത്, ഡൽഹിയിലെ മുഖ്യമന്ത്രി, അവര് ചോദിച്ചതും അതേ ചോദ്യമാണ്, എങ്ങനെ നമുക്ക് ഇത്തരം തിന്മകൾ ഇല്ലായ്മ ചെയ്യാനാവും? ഇതിനൊക്കെയുള്ള ഒരു മറുപടി വരും തലമുറക്ക് ദിശാബോധം നൽകുകയും ധാർമ്മിക അവബോധം അവരിൽ ഉണ്ടാക്കുകയും അങ്ങനെ കാര്യങ്ങളായി മനസ്സിലാക്കാനും ഗൗരവം നൽകേണ്ട കാര്യങ്ങൾക്ക് ഗൗരവം നൽകാനും മനുഷ്യനെ പാകമാക്കുക എന്ന വലിയ ഒരു ദിശാബോധം നൽകുന്ന പദ്ധതിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതുപോലെ തന്റെ കൂടെയുള്ളവർ മർക്കസ് സഖാഫത്തി സുന്നിയ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടപ്പാക്കിയതിലൂടെ ലക്ഷ്യമിടുന്നത്. അൽഹംദുലില്ലാ, ഇന്ത്യ രാജ്യത്തെ ഇതര സ്റ്റേറ്റുകളിലെ മുസ്ലിമീങ്ങളിൽ പലരും ഭീകരവാദത്തിന്റെ ഒക്കെ പിടിയിൽ അമരുകയോ ഏറ്റവും ചുരുങ്ങിയത് തീവ്രവാദികൾ എന്ന മുദ്രണത്തിന് അവർ അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും അത്തരം ഒരു മുദ്രകുത്തപ്പെടലിന് അവർ കാരണമായി എങ്കിൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹം അത്തരം ഒരു ആരോപണങ്ങൾക്കും ഈ അടുത്ത കാലം വരെ വിധേയരാകാതെ ലോകത്തിന് തന്നെ മാതൃകയായത് കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെയും മർക്കസ് സഖാഫത്തി സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങളുടെയും റോളാണ് വിളിച്ചു പറയുന്നത്. സമൂഹത്തിന് നൽകുന്ന ദിശാബോധമാണ് സമാധാനപ്രിയരായി നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലരും ഇവിടെ വന്ന് കേരളീയ അന്തരീക്ഷവും നമ്മുടെ മർക്കസിന്റെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും സംഭാവനകളും നേരിട്ട് ആസ്വദിക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവരൊക്കെ പ്രകടിപ്പിച്ച ആഗ്രഹം, ഞങ്ങൾക്ക് ഇതുപോലത്തെ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തരം സ്ഥാപനങ്ങൾ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ. കാന്തപുരം ഉസ്താദിനോട് അവർ പറഞ്ഞു,
അങ്ങ് അല്പസമയം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. ഞങ്ങളുടെ തലമുറകളിൽ വരുന്ന യങ്ങർ ജനറേഷനിൽ സമാധാന പ്രിയർ കുറഞ്ഞു വരികയാണ്, കലാപതൽപരരാണ് വളർന്നു വരുന്ന സമൂഹം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണാൻ, അധ്യാപകരെ അധ്യാപകരായി കാണാൻ, അതുപോലെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും അർഹിക്കുന്ന സ്ഥാനം നൽകുന്നവരായി മാറാൻ സമൂഹത്തെ പര്യാപ്തമാക്കേണ്ടതുണ്ട്. ഇതിന് അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് അവിടെയും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങണം. അങ്ങയുടെ നേതൃത്വത്തിൽ ഇതുപോലത്തെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം എന്ന് അവരൊക്കെ പറയുകയുണ്ടായി. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു വശാബോധം നൽകാൻ പറ്റിയ ഏക മോഡൽ കേരളത്തിലെ ഈ കാന്തപുരം മോഡലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ മർക്കസ് മോഡലാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസും വിമർശകരും വിശദീകരിക്കാതെ തന്നെ ഉസ്താദിന് പൂർണ്ണമായും അറിയാം. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമർശകരുടെ മതം, ധാർമ്മികത, പ്രവാചക സ്നേഹം തുടങ്ങി ഇവകളെ കുറിച്ചൊന്ന് വിശദീകരിച്ചാലും. ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ നമ്മൾ കേരളീയരായ എല്ലാ വിഭാഗം ജനങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ വെറും രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 2 ദിവസം മുമ്പ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച ബാംഗ്ലൂരിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മാദനിയെ മോചിപ്പിക്കണം എന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും മറ്റും നടത്തിയതിന്റെ കൂടെ അതിനു മുമ്പായി തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ ആഭ്യന്തര മന്ത്രിയെയും കണ്ട് നിവേദനം നൽകിയപ്പോൾ കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ആശയം എത്രമാത്രം മഹത്തരമാണ്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളാണ് മാദനി എന്ന കാര്യം പോലും അവിസ്മരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന് വില നൽകണമെന്നും മനുഷ്യത്വപരമായ പരിഗണന അദ്ദേഹത്തിന് നൽകണമെന്നും പറയാനാണ് കാന്തപുരം ഉസ്താദ് ആ ദിവസം ചെലവാക്കിയതെങ്കിൽ, അതേ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രസ്താവന നമ്മുടെ ചില പത്രങ്ങളിൽ കാണുകയുണ്ടായി. ആ പ്രസ്താവനയിൽ പറയുന്നത് കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാമെന്നുമാണ് ഒരു വിഭാഗം വിമർശകർ പറഞ്ഞത്. ഇതിൽ നിന്ന് കാന്തപുരം എവിടെ നിൽക്കുന്നു, വിമർശകർ എവിടെ നിൽക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ രണ്ടാമത്തെ ഒരു കാര്യം കേരള ജനതക്ക് ഈ കാലം വരെ ലഭിക്കാത്ത ഏറ്റവും വലിയ ഒരു നേട്ടമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുഖേന ഷാറെ മുബാറക്ക് ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖേന നമുക്ക് ഈ ലഭിച്ച ഭാഗ്യത്തെ നിത്യ വിശ്വാസികൾ മുഴുവൻ മഹാഭാഗ്യമായി കണ്ടപ്പോൾ നമ്മുടെ വിമർശകർ ചെയ്ത ഏറ്റവും വലിയ അക്രമം നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ്. കൂട്ടത്തിൽ അവർ കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ ഇത്തരം ഒന്ന് ഉള്ളത് കാശ്മീരിലാണ് എന്നും അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ഇത്തരം ഒരു തിരുവേഷം ഉള്ള കാരണമാണ് അവിടെ ഭീകരവാദം വളരാൻ കാരണമായത് എന്നുപോലും, അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പക്കൽ നിന്ന് ഏത് വിധേനയും പിടിച്ചെടുത്ത് അദ്ദേഹത്തിൽ നിന്ന് അത് മാറ്റേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്, അദ്ദേഹത്തിൽ നിന്നത് നീക്കം ചെയ്യേണ്ടതാണ് എന്ന രീതിയിൽ വരെ നമ്മുടെ വിമർശകർ നമുക്കെതിരെ കേസ് കൊടുത്തു എങ്കിൽ വിശ്വാസപരമായി ഇവരുടെ സ്ഥാനം എന്താണ്, സാമൂഹികപരമായി ഇവരുടെ സ്ഥാനം എന്താണ്? ഇതൊക്കെ ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ വിഷയകമായി പറയുന്നുള്ളൂ. നീതി നിഷേധത്തിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തമായി മാദനി ജയിലറയ്ക്കുള്ളിലാണ്. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലോടെ പൊതുസമൂഹം ഒന്നുകൂടി ജാഗരൂകമായിരിക്കുന്നു. മാദനിക്കെതിരെയുള്ള ഈ നീതി നിഷേധത്തെക്കുറിച്ച്
അങ്ങയുടെ ഇടപെടൽ അഭിപ്രായം എന്താണ്? ഇപ്പോൾ കാന്തപുരം ഉസ്താദിനോട് കൂടെ കർണാടക മുഖ്യമന്ത്രിയെയും അതിനെയും സന്ദർശിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഒന്ന് വിശദീകരിച്ചാലും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ്, സുലൈമാൻ സക്കാഫി, മാളിയക്കൽ തുടങ്ങിയവരുടെ കൂടെ ഞാനും ബാംഗ്ലൂരിലെത്തുന്നത്. ഞങ്ങൾ ആദ്യമായി സന്ദർശിച്ചത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായ ആർ അശോകിനെയാണ്. അരമണിക്കൂർ സമയം ഞങ്ങൾ അദ്ദേഹവുമായി മഅദനിയെ സംബന്ധിച്ച് സംസാരിച്ചു. മഅദനിക്ക് മനുഷ്യത്വപരമായ പരിഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട ഉസ്താദ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വളരെ ശക്തമായി തന്നെ കൊണ്ടുവന്നു. ആ വിശദീകരണമൊക്കെ കേട്ടപ്പോൾ മന്ത്രി വളരെ വ്യക്തമായി ഞങ്ങളോട് പറയുകയുണ്ടായി, യാതൊന്നും പേടിക്കേണ്ടതില്ല, ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് അദ്ദേഹം തീർത്തു പറയുകയുണ്ടായി. മാത്രമല്ല, അതിനുശേഷം കർണാടകത്തിലെ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറിനെയും ഞങ്ങൾ ചെന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തോടും ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കണ്ണ് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുകയും രണ്ടാമത്തെ കണ്ണിന് കേവലം 15% മാത്രം കാഴ്ച നിലനിൽക്കുകയും ചെയ്യുന്നു. കിഡ്നിയുടെ അവസ്ഥ, 2 കിഡ്നികളും ഫെയിലായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മൂക്കിലെ വ്രണം തലച്ചോറിനെ വരെ ബാധിക്കാൻ കാരണമാകും എന്ന് ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനൊക്കെ പുറമെ 90 വയസ്സുള്ള മാതാപിതാക്കൾ ആ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി. സ്വന്തം ഭാര്യയും മക്കളും അവർ നരകീയ ജീവിതം നയിക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടൊരു ഹ്യൂമാനിറ്റേറിയൻ ബേസ്, മനുഷ്യത്വപരമായ ഒരു പരിഗണന നൽകി അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാനുള്ള നടപടികൾ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായ ചികിത്സ വളരെ പെട്ടെന്ന് തന്നെ ഉചിതമായ രീതിയിൽ ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നും 2 മന്ത്രിമാരോടും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ സംഘം ആവശ്യപ്പെടുകയുണ്ടായി. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും വളരെയധികം അനുഭാവപൂർണമാണ് ഞങ്ങളോട് സംസാരിച്ചതും അവര് ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമായ തീരുമാനം എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അത് കഴിഞ്ഞാണ് ഞങ്ങൾ മഅദനിയെ കാണാൻ വേണ്ടി സെൻട്രൽ ജയിലിലെത്തുന്നത്. അദ്ദേഹവുമായി അരമണിക്കൂറോളം സംസാരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിന് നമ്മുടെ വകയായി മന്ത്രിച്ച് പ്രത്യേകം അദ്ദേഹത്തിന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്തു. ഈ കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഉസ്താദിന്റെ വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദ് ഇവിടെ നിന്ന് മാത്രമല്ല എപ്പോഴും ദുആ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. കേരളത്തിലെ വാർത്താ മീഡിയകൾ, കർണാടകത്തിലെ വാർത്താ മീഡിയകളെല്ലാം ഞങ്ങളുടെ ആ സന്ദർശനത്തിന് വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചതായിട്ടാണ് ഇന്നലെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നന്ദി. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ KMIC ന്യൂസ് ടൈമിൽ പങ്കെടുക്കുന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഈ അവസരം അനുവദിച്ചതിന് നിങ്ങൾക്കും അതുപോലെ മുഴുവൻ ശ്രോതാക്കൾക്കും എന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ഏറ്റിത്തരുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.